എൻ്റെ പി ജി കാലഘട്ടം ഞാൻ അവിടെ നിലനിന്നത് അല്ലെങ്കിൽ അവിടെ എനിക്ക് തോന്നുന്നത് ആ ഒരു കാലഘട്ടം മുന്നോട്ട് പോയത് ആ പള്ളിയുടെ ഒരു പ്രസൻസിലാണ്. അത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ആയിരുന്നു. എനിക്ക് കിട്ടിയ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു എയ്ത്തിസ്റ്റ് ഫ്രണ്ടായിരുന്നു. ഞാൻ ഈശോയെക്കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കുറിച്ച് പറയുമ്പോൾ അവൻ കാൾ മാർക്സിനെ കുറിച്ചിട്ടും അപ്പോൾ ഞാനിങ്ങനെ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഈ ഒരു കാലഘട്ടം കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ പി ജി കാലഘട്ടത്തിൽ ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേക്കും എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഇവനെയും കൂടി കൂട്ടി എനിക്ക് ആ പള്ളിയിൽ പോയി കുർബാന കാണണമെന്ന് വലിയൊരു ആഗ്രഹമാണെന്ന് പറഞ്ഞു. ജെറമിയ 29:11 നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾ നാശത്തിനുള്ള പദ്ധതിയല്ല, അത് ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് സിൻഡോ വിൻസൻ, പാലക്കാട് നിന്ന് വരുന്നു. യുവക്ഷേത്ര കോളേജിൽ ഫിസിക്സ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനൊരു കുഞ്ഞ് ദൈവാനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യാണ് ഇവിടെ ആയിരിക്കുന്നത്. എൻ്റെ ഡിഗ്രി കാലഘട്ടത്തിലെ ഒരു കൊച്ചു അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പഠിച്ചത് പാലക്കാട് വിക്ടോറിയ കോളേജിലായിരുന്നു. വിക്ടോറിയ കോളേജ് ഒരു ഗവൺമെൻറ് കോളേജായിരുന്നു. അപ്പോൾ അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സെക്യുലറായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു കോളേജായിരുന്നു. എനിക്ക് അഡ്മിഷൻ ആദ്യം കിട്ടിയത് ഒരു തൊട്ടടുത്തുള്ള വേറൊരു കോളേജായിരുന്നു. അതിന് ശേഷം 2 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് വിക്ടോറിയ കോളേജിലേക്ക് എനിക്ക് വാക്കൻസിയിൽ അഡ്മിഷൻ കിട്ടുന്നത്. പക്ഷേ ആ സമയം ഞാൻ ആലോചിക്കുകയായിരുന്നു, ആ അഡ്മിഷന് വേണ്ടി കുറേ ചേട്ടന്മാരും ചേച്ചിമാരും പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നതാണ് ഒരു മനീഷ ചേച്ചീനെയും ഒരു അഖിൽ ചേട്ടനെയും. അവർ ഒരുപാട് എനിക്ക് വേണ്ടിയിട്ട് കാര്യമായിട്ട് ഷൂട്ട് ആൻഡ് പ്രയർ ഒക്കെ ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഇവിടെ വിക്ടോറിയ വന്ന് ജോയിൻ ചെയ്യാണ്. അങ്ങനെ അവർ എന്നെ വന്ന് കാണുകയും അതേപോലെ തന്നെ എന്നോട് സംസാരിക്കുകയും എനിക്ക് ചായ മേടിച്ച് തരികയും ഒപ്പം അവരെ കൂടെ നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ മെല്ലെ ഒരു പ്രെയർ ഗ്രൂപ്പ് ഈ ഒരു ഗവൺമെൻറ് കോളേജിൽ വിക്ടോറിയ കോളേജിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണക്കാരനാവാനൊക്കെ ഈശോ എനിക്കൊരു അവസരം തന്നു. അങ്ങനെ വെള്ളിയാഴ്ചകളിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് എല്ലാവരും ഓരോ പ്രോഗ്രാംസിൻ്റെ ഇടയിലും അല്ലെങ്കിൽ ഓരോ DJ ഇടയിലൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് പേര് ഒരു മരത്തിൻ്റെ ചോട്ടിൽ പ്രെയർ ഗ്രൂപ്പിന് വേണ്ടി ഒത്തുചേരും. എനിക്ക് തോന്നുന്നു ആ ഒരു ഒത്തുചേരലും ആ ഒരു പ്രെയർ ഗ്രൂപ്പുമാണ് എന്നെ വളർത്തിയത്. ആ പ്രെയർ ഗ്രൂപ്പിൽ ഒരു 5-6 പേര് ഒരുമിച്ച് കൂടി ഈ ഒരു മരച്ചോട്ടിൽ ഈശോയെക്കുറിച്ച് പറയാനും വചനം പങ്കുവയ്ക്കാനും നമ്മുടെ കുറച്ച് ദുഃഖങ്ങളും അതേപോലെ നമ്മുടെ വിഷമങ്ങളൊക്കെ അവരോട് പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളൊരു വിശ്വാസവും ആ ഒരു കാലഘട്ടമാണ് എന്നെ കുറച്ചും കൂടി ഈശോയിലേക്കും ഈശോയുടെ കുർബാനയിലേക്കും അതേപോലെ തന്നെ റെഗുലറായിട്ട് കൺഫെഷനൊക്കെ റെഗുലർ ആക്കാനൊക്കെ എന്നെ സഹായിച്ചത്. എനിക്ക് തോന്നുന്നു യുവത്വത്തിൽ തന്നെ സൃഷ്ടാവിനെ സ്മരിക്കുക എന്ന് നമ്മൾ ബൈബിളിൽ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈശോ തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നു എൻ്റെ ക്യാമ്പസ് കാലഘട്ടത്തിലെ ആ ഒരു പ്രെയർ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അതിന് ശേഷം ഓരോ കുഞ്ഞു പ്രോഗ്രാംസിലൂടെയും അതേപോലെ തന്നെ ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമിലൂടെയൊക്കെ ഈശോ എന്നെ വളർത്തി. അങ്ങനെയാണ് ഞാൻ മെല്ലെ PGയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അവിടെ ഉണ്ടായിരുന്നൊരു അനുഭവമാണ് എന്നെ കുറച്ചും കൂടി ഈശോയുടെ ആ ഒരു കരുതലിനും ഈശോയുടെ ആ ഒരു വലിയൊരു ദൈവാനുഭവത്തിലേക്കൊക്കെ എന്നെ വളർത്തിയത്. ഞാൻ PG ജോയിൻ ചെയ്യുന്നത് മടപ്പള്ളി കോളേജിലാണ്, ഗവൺമെൻറ് മടപ്പള്ളി കോളേജ്. മാഹിക്കൊക്കെ അടുത്തുള്ളൊരു കോളേജാണ്. അപ്പോൾ അത് ഒരു കൊറോണ കാലഘട്ടത്തിൽ ശേഷമാണ് ജോയിൻ ചെയ്യുന്നത്. എല്ലാവരും ഭയങ്കര ഡിപ്രഷനിലൂടെയും അതേപോലെ തന്നെ വളരെ നിരാശകരമായിട്ടുള്ള കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയമായിരുന്നു. അങ്ങനെ ഞങ്ങൾ PGക്ക് ജോയിൻ ചെയ്തു. എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു വലിയൊരു പ്രെയർ ഗ്രൂപ്പൊക്കെ ഉള്ള കോളേജിൽ പോയി പഠിക്കണം, അല്ലെങ്കിൽ അവരുടെ ആ വലിയ പ്രെയർ ഗ്രൂപ്പിൻ്റെ പാർട്ടൊക്കെ ആവണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് ഈശോ തന്നത് ഒരു 7-8 കിലോമീറ്റർ ഒരു പള്ളികൾ പോലും ഇല്ലാത്ത ഒരു സ്ഥലത്തിനായിരുന്നു എൻ്റെ PG കോളേജ് എന്ന് പറയുന്നത്. അങ്ങനെ വളരെ വേറൊരു വ്യത്യസ്തമായൊരു സാഹചര്യമായിരുന്നു. അങ്ങനെ ആ ഒരു കോളേജിൽ ഞങ്ങൾക്ക് ഹോസ്റ്റലൊന്നുമില്ല, ചെറിയൊരു റൂം പുറത്താണ് ഞങ്ങൾക്ക് കിട്ടിയത്. അത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ആയിരുന്നു. എനിക്ക് കിട്ടിയ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു എയ്ത്തിസ്റ്റ് ഫ്രണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു വൈബിനോടും ഒന്ന് മാച്ച് ആവാത്ത സിങ്ക് ആവാത്തൊരു ഫ്രണ്ടായിരുന്നു. ഒപ്പം തന്നെ ഞാൻ ഈശോയെക്കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കുറിച്ച് പറയുമ്പോൾ അവൻ കാൾ മാർക്സിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിക്കുന്നത്. ഒട്ടും എനിക്ക് യോജിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോ എത്രയും ഞാൻ ആഗ്രഹിച്ചിട്ട് നീ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇങ്ങനത്തെ ഒരു PG ലൈഫാണല്ലോ എനിക്ക് തന്നേന്ന്. അങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ.
ഭയങ്കര മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന സിറ്റുവേഷൻ. അപ്പോൾ എനിക്ക് അവിടെ ഒരു 7-8 കിലോമീറ്റർ കഴിഞ്ഞാലാണ് ഒരു മാഹി ഒരു ചർച്ച് ഉള്ളത്. അപ്പോൾ എൻ്റെ PG കാലഘട്ടം ഞാൻ അവിടെ നിലനിന്നത്, അല്ലെങ്കിൽ അവിടെ എനിക്ക് തോന്നുന്നത് ആ ഒരു കാലഘട്ടം മുന്നോട്ട് പോയത് ആ പള്ളിയുടെ ഒരു പ്രസൻസിലാണ്. പക്ഷേ അതിൽ ഏറ്റവും ഒരു രസകരമായൊരു കാര്യം എന്ന് പറയുന്നത്, എന്നും 6:45 അവിടെ കുർബാന. അപ്പോൾ അവിടെ ആ കുർബാനയ്ക്ക് ഞാൻ 5:45 ഞാൻ അലാറം വെക്കും. ഞാൻ പലപ്പോഴും അത് കേൾക്കാറില്ല. പക്ഷേ എൻ്റെ ഈ എയ്ത്തിസ്റ്റ് ഫ്രണ്ടാണ് എന്നെ വിളിച്ച് എടാ പള്ളിയിൽ പോകുന്നില്ലേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പള്ളിയിലേക്ക് വിളിച്ച് വിടാം. അപ്പോൾ ഞാൻ ഇന്നും അവനോട് ചോദിക്കട്ടാ നീയും വരുന്നില്ലേ, നീയും വായോ എന്നൊക്കെ പറയും. പക്ഷേ അവൻ പലപ്പോഴും അത് നിരസിക്കാറാണ് പതിവ്. ഈവൻ ഞായറാഴ്ച പോലും അവൻ കുർബാനയ്ക്ക് വരാനൊന്നും സാധ്യതയില്ല. അപ്പോൾ ഞാനിങ്ങനെ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഈ ഒരു കാലഘട്ടം കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ PG കാലഘട്ടത്തിൽ ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേക്കും എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഇവനെയും കൂടി കൂട്ടി എനിക്ക് ആ പള്ളിയിൽ പോയി കുർബാന കാണണമെന്ന് വലിയൊരു ആഗ്രഹമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പല ഞായറാഴ്ചകൾ ഞാനിങ്ങനെ അവനെ വിളിക്കും, അവൻ വരില്ല. പക്ഷേ ആ ഡെയിലി പ്രോസസ്സായിട്ട് എന്നെ കുർബാനയ്ക്ക് വിടുന്നത് അവൻ തന്നെയാണ്. അലാറം അടിക്കുമ്പോൾ ഞാൻ എണീക്കില്ല, അവൻ എന്നെ തട്ടി ഉണർത്തി എടാ പള്ളിയിൽ പോകുന്നൊക്കെ പറയും. അങ്ങനെ എൻ്റെ വലിയൊരു ആഗ്രഹം ഈശോ ആ PG കാലഘട്ടത്തിന് ഏറ്റവും അവസാനം സാധിച്ചു തരാണ്. ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ആ ഒരു ലാസ്റ്റ് ആഴ്ച ഞാൻ അവനോട് ഇതേ ചോദ്യം വീണ്ടും ചോദിച്ചു. ഈശോയുടെ വലിയൊരു എന്താ പറയുക ഇടപെടലാണെന്ന് വിചാരിക്കുന്നു. ആ ലാസ്റ്റ് ദിവസം അവൻ എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ചാണ് ആ പള്ളിയിലേക്ക് പോകും, ഞങ്ങൾ ഒരുമിച്ചാണ് ആ കുർബാനയ്ക്ക് പങ്കുകൊള്ളുകയൊക്കെ ചെയ്തത്. എനിക്ക് തോന്നുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും അർത്ഥമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ളൊരു ഉത്തരമുണ്ട് എന്ന് ആ ദിവസം ഞാൻ മനസ്സിലാക്കിയൊരു ദിവസമായിരുന്നു. ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഓരോ അനുഭവങ്ങളിലേക്കും ഓരോ കാര്യങ്ങളിലേക്കും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഈശോ നടത്തിയ വഴികളെ ഒന്ന് ഓർക്കുകയാണ്. ഈശോയുടെ വലിയൊരു കരുതലും ഈശോയുടെ വലിയൊരു കരുണയൊക്കെ ഞാൻ ഓർക്കുകയാണ്. ഏറെ പ്രത്യേകമായിട്ട് ഈ ബാക്കിലേക്ക് നോക്കുമ്പോൾ മാതാപിതാക്കളെ ഓർക്കുകയാണ്. കാരണം പല സാഹചര്യങ്ങളും പല പ്രലോഭനങ്ങളുടെയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴും അവിടെയൊക്കെ ഈശോ ആ ക്യാമ്പസ് കാലഘട്ടത്തിലൊക്കെ ഈശോ നമ്മളെ കൈപിടിച്ച് നടത്തിയ വഴികളും, ഒപ്പം തന്നെ നല്ലൊരു ഫോർമേഷൻ വീട്ടിൽ നിന്ന് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഓൾട്ടർ ബോയ്സ് ഒക്കെ ആവുന്ന കാലഘട്ടത്തിൽ അമ്മയും പപ്പയൊക്കെ എടുത്തൊരു എഫേർട്ട്. പപ്പ സൈക്കിളിൽ ഇരുത്തിയിട്ടാണ് എല്ലാ ദിവസവും കുർബാനയ്ക്ക് കൊണ്ടുപോവുക. അമ്മ എന്നും 5:30 എന്നെ ഇങ്ങനെ മൂക്കിലൊക്കെ പിടിച്ചിട്ടാണ് എണീപ്പിക്കുക. അപ്പോൾ അവരെടുത്തൊരു എഫേർട്ട് കാരണമാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു അവരുടെ ഒരു എഫേർട്ടിൻ്റെ ഒരു ആകത്തുകയാണ് ഈ ഒരു വഴി നടത്തലൊക്കെ ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അവരെ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു. ഒപ്പം നമ്മളെ വളർത്തിയ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ കൂടെ നടന്ന ഒരുപാട് സുഹൃത്തുക്കളെയും അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയൊക്കെ ഓർക്കുന്നു. എനിക്ക് തോന്നുന്നു ഈശോയുടെ കയ്യിലെ ഒരു കുഞ്ഞു ഉപകരണമായിട്ട് മാറാൻ ഈശോ തന്ന വലിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. നമ്മളെല്ലാവരും ഓരോ ദിവസവും പല കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവും. പക്ഷേ കുഞ്ഞു ഓരോ അനുഭവങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങൾ ഉള്ള അനുഭവങ്ങളായിട്ടും ദൈവാനുഭവങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ദൈവം നടത്തുന്ന വഴികളൊക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ഗ്രേസിലേക്കും ആ ഒരു അനുഗ്രഹത്തിലേക്കും നിങ്ങൾക്കും പങ്കുചേരാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രൈസ് ഗോഡ്.